റിയാദി വന്നാൽ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ ഈ ചെറ്റയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ അഭയം തരാൻ? മനുഷ്യന്റെ മനകർത്ത ഇറങ്ങിക്കോ. ഇവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി കിട്ടും. മുറിയതിലേക്കോ വേറെ എവിടെയെങ്കിലും പോയി തൊലഞ്ഞു. എനിക്ക് ഇത്രയ്ക്കാൻ പറ്റും. സമയം മെനക്കെടുത്താതെ ഇറങ്ങാം. പറഞ്ഞ കേട്ടില്ലേ? കേറ്. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ ആ ബഷീർ തല്ലും ചവിട്ടും കൊണ്ടത് നിങ്ങളുടെ ജീവനും മാനവും രക്ഷിക്കാനാ. അവനോട് ഞാൻ എന്ത് സമാധാനം പറയും? നിങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചത്. ഇങ്ങനെ കൊടി നാട്ടിയ പോലെ നിൽക്കാതെ കേറ്. തലകുമ്പിട്ടിരിക്കുന്നു. പോലീസിന്റെ കണ്ണിപ്പെടാതെ തലകുമ്പിട്ടിരിക്കാൻ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? പിടിച്ചുകൊണ്ട് രണ്ടിനെ ആത്താകും. സൗദിയിലെ നിയമം അറിയില്ല. നേരെ ഇരുന്നോ. അനക്ക് ഇവിടുത്തെ നിയമമൊക്കെ അറിഞ്ഞൂടെ വരതാ? സ്വന്തം ബന്ധമില്ലാത്ത ഒരു പെണ്ണിനെ പോരെ കണ്ട അറിയാണ്ടല്ലോ അസീസ്ക. എന്തെങ്കിലും ഒരു വഴി തെളിയും. മുനീറ, നീ ഒന്ന് വീട്ടിലേക്ക് കൊടുത്തേക്ക്. ആ പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു പാവാന്നീ മുനീർ പറഞ്ഞു. ഭരതനും ആളൊരു ശുദ്ധനാ. കാണുമ്പോൾ ഉള്ള പരക്കം മട്ടേ ഉള്ളൂ. പറഞ്ഞിട്ടെന്താ, സൗദിയിലെ നിയമല്ലേ, ആരെങ്കിലും ഒറ്റിയതാവും. ഓല് കൊണ്ടുപോയി രണ്ടാളെ. تعالي هنا اركب السيارة. അപ്പോൾ ഓക്കെ, അഡൾട്ടറിയാണ് കേസ്. പക്ഷെ നമുക്ക് ഈ ന്യൂസ് പോരാ. ഇതെല്ലാ പത്രത്തിലും വരും.
നമുക്ക് വേണ്ട ഒരു എക്സ്ക്ലൂസീവാണ്. റസാഖ് ഒരു കാര്യം ചെയ്യണം. ഇതിന്റെ പിന്നാലെ കുറെ അലഞ്ഞതല്ലേ, നമുക്ക് ആ ആംഗിളിൽ ഈ സ്റ്റോറി ഒന്ന് വർക്ക് ചെയ്യാം. ജയിലിൽ പോയി താൻ ആ സ്ത്രീയെ കണ്ടൊന്ന് സംസാരിക്കണം, ഒപ്പം അയാളെയും. പിന്നെ ഉസ്മാൻ, ആ സ്പോൺസർ, അങ്ങനെ പലരിലൂടെയും കടന്നു പോകുന്ന ഒരു ലൈഫ് സ്കെച്ച്. നാട്ടിലെ കഷ്ടപ്പാടും അറബിയുടെ വീട്ടിലെ പീഡനവും മരുഭൂമിയിലേക്കുള്ള പലായനവും അങ്ങനെ എല്ലാ ഐറ്റംസും ചേർത്ത് ചാട്ടവാറടിയുടെ ശിക്ഷ നടപ്പാക്കുന്ന ഓരോ വെള്ളിയാഴ്ചയും ഒരു ഉഗ്രൻ കൗണ്ട് ഡൗൺ സ്റ്റോറി. എന്താ, റസാഖ് കൊട്ടേക്കാട് എന്ന് തന്റെ പേര് വെച്ചാവുമ്പോൾ ഇവിടുത്തെ മലയാളികൾക്കിടയിൽ അതിന്റെ വിശ്വാസ്യത കൂടും. ജീവനും മാനവും പണയം വെച്ച് ഒരു മലയാളി യുവതി നടത്തിയ നെട്ടോട്ടത്തിന്റെ ഒരു ഉഗ്രൻ ഐറ്റം. റസാഖ് കഴുത്തിലിങ്ങനെ ടൈയൊക്കെ കെട്ടി ഈ AC മുറിയിൽ ഇരിക്കുമ്പോ പുറത്തുള്ളവരുടെ ദുരിതങ്ങളൊന്നും തന്നെ പോലുള്ളവർക്ക് അറിയില്ല. ദിവസവും അങ്ങനെയുള്ളവരുടെ മുഖങ്ങൾ ഒരുപാട് കാണുന്നവനാ ഞാൻ. അപ്പൊ എനിക്ക് വേദനിക്കും. ആദ്യം ഒരു മനുഷ്യനാവാൻ നോക്കണോ. ഞാൻ റസാഖ്, റിയാദിലെ ഒരു സോഷ്യൽ വർക്കറാണ്. വിവരങ്ങളൊക്കെ അറിയാം. അറബിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതും ഇവിടെ എത്തിയ സാഹചര്യമൊക്കെ. ശരീഅത്ത് നിയമത്തിന് ഒരു വിട്ടുവീഴ്ചയില്ല. അനുഭവിച്ചേ പറ്റൂ. സ്പോൺസറുടെ പരാതിയിൽ ശിക്ഷ കിട്ടാൻ സാധ്യതയില്ല. അത് കള്ളക്കേസാണെന്ന് കോടതി തെളിയും. ഞാൻ അശ്വതിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. പേടിക്കണ്ട, ഇവിടെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അശ്വതിക്ക് വിളിക്കാൻ കഴിയാത്തതിനെപ്പറ്റി ഞാൻ ചില നുണകൾ പറഞ്ഞു. അവര് വിശ്വസിച്ചോന്നറിയില്ല. ശിക്ഷ കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോവാം. ധൈര്യമായിട്ടിരിക്കൂ, ഒന്നും സംഭവിച്ചിട്ടില്ല.